എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യലായിട്ടുള്ള എരിശ്ശേരിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ സമയമല്ലേ, അപ്പോൾ ഒരു സദ്യ ഐറ്റം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കപ്പോളം വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കുതിർത്തതാണ് വെള്ളത്തിൽ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിനോട് ചേർത്ത് ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 4 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പയർ ഇവിടെ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇനി അതേ കുക്കറിൽ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് പീസ് മത്തനെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഈ മത്തനൊന്ന് വേവിച്ചെടുക്കുക. നല്ല പഴുത്ത മത്തനാണ് ശരിക്കും എരിശ്ശേരിക്ക് നല്ലത്. ഇതത്ര പഴുത്തതല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുമ്പം കുറച്ച് പഴുത്തതെടുക്കുക. അപ്പോൾ മത്തനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും കുറച്ച് നല്ല ജീരകവും ഇത്തിരി വെള്ളവും ചേർത്ത് മിക്സിയിൽ ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഭയങ്കര പേസ്റ്റാക്കി എടുക്കണ്ട. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തൻ ഇട്ടിട്ടുണ്ട്. അതൊന്നൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ നല്ല ജീരകം തേങ്ങ അരപ്പ് അതും ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ അതിലൊന്ന് യോജിപ്പിച്ച് അതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ചിലപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തതാണ്, എന്നാലും ഒന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും ചേർത്ത് ഇതൊന്ന് കുറുകി വരണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ കടുക് താളിക്കാൻ പോവാണ്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ പിക്ക് മാറിപ്പോയതാ. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർക്കുക. ഉഴുന്നൊക്കെ വേണമെങ്കിൽ ചേർക്കുക. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ, അത് നല്ലപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങ വറുത്തത് ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞു. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ അപ്പുറത്ത് മറ്റത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ അറിയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പുതുതായി ചെയ്ത് നോക്കാനൊന്നും ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെന്താ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്